മലപ്പുറത്തെ ടോൾ പ്ലാസയ്ക്കെതിരെ പ്രതിഷേധം. ദേശീയപാത 66 ഏക ടോൾ പ്ലാസയായ വെട്ടിച്ചിറയിലാണ് പ്രതിഷേധം. ഇന്നലത്തെ ട്രയൽ റണ്ണിന് ശേഷം ഇന്നു മുതലാണ് ടോൾ പിരിവ് തുടങ്ങിയത്. നിർമ്മാണം പൂർത്തിയാകാതെ ടോൾ പിരിക്കുന്നതിനെതിരെ മുസ്ലിം ലീഗ് പ്രക്ഷോഭം തുടങ്ങി. ഇളവ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും സമരത്തിലേക്ക് നീങ്ങുകയാണ്. വിവരങ്ങളുമായി CB അനുമോദ് ചേരുന്നു. അനുമോദ്, ഇപ്പോഴും പ്രതിഷേധമുണ്ടോ? എന്താണ് പ്രതിഷേധക്കാരുടെ ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സമരസമിതിയുടെ നിലപാട്? ഇന്ന് രാവിലെയാണ് വെട്ടിച്ചിറ ടോൾ പ്ലാസയിൽ ടോൾ പിരിച്ച് തുടങ്ങിയത്. അപ്പോൾ മുതൽ തന്നെ ലീഗ് ഉൾപ്പെടെയുള്ള UDF കക്ഷികളുടെ പ്രതിഷേധവും ആരംഭിച്ചിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പ്രതിഷേധത്തിന് വഴിവെച്ചിരിക്കുന്നത്. ഒന്ന്, ദേശീയപാത 66 മലപ്പുറത്തെ സ്ട്രെച്ചിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, കുരിയാട് ദേശീയപാത തകർന്നതും തുടർന്ന് അവിടെ രണ്ടാമത് നിർമ്മാണം ആരംഭിച്ചതുമായ കാര്യങ്ങൾ അതൊക്കെ തന്നെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിർമ്മാണം പൂർത്തീകരിക്കാൻ ഇനിയും മാസങ്ങൾ വേണം. അതുപോലെ തന്നെ കുറ്റിപ്പുറം ഭാഗത്തും റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെ മേഖലയിലൊക്കെ തന്നെ ഈ ഹൈവേയുടെ നിർമ്മാണം ഇപ്പോഴും അവസാന ഘട്ടത്തിലാണ്. അവിടെയും പൂർത്തീകരണമായിട്ടില്ല. അപ്പോൾ അങ്ങനെ പൂർത്തീകരിക്കാത്ത ഒരു ഹൈവേയിൽ ടോൾ പിരിക്കുന്നത് അനുവദിക്കാനാകില്ല എന്ന നിലപാടാണ് UDF മുസ്ലിം ലീഗ് അടക്കമുള്ളവർ സ്വീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ആദ്യഘട്ടത്തിലെ സമരത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ് ഇന്ന് ടോൾ പ്ലാസയിൽ നടന്നത്. അതുപോലെ തന്നെ ഈ ടോൾ പ്ലാസയിലെ നിരക്ക് അത് വളരെ കൂടുതലാണ് എന്നാണ് പ്രധാനമായിട്ടും ഉയരുന്ന ആക്ഷേപം. കാർ അടക്കമുള്ള ചെറിയ വാഹനങ്ങൾക്ക് ഒരു വശത്തേക്ക് 145 രൂപയും രണ്ട് വശത്തേക്കാണെങ്കിൽ 220 രൂപയുമാണ് നൽകേണ്ടത്. പക്ഷേ ഇത് വലിയ വാഹനങ്ങളാകുമ്പോൾ വീണ്ടും ഉയരുകയാണ്. വാണിജ്യ വാഹനങ്ങൾക്ക്, അതായത് മിനി ബസ് ഉൾപ്പെടെയുള്ള വാണിജ്യ വാഹനങ്ങൾക്ക് 235 രൂപയാണ് ഒരു വശത്തേക്ക്. രണ്ട് വശത്തേക്കാകുമ്പോൾ അത് 355 രൂപ. ബസ്സുകൾക്കും ട്രക്കുകൾക്കും വലിയൊരു നിരക്ക് തന്നെയാണ്, ഭീമമായ നിരക്ക് തന്നെയാണെന്ന് പറയാം. ബസ്സുകൾക്കും ട്രക്കുകൾക്കും ഒരു വശത്തേക്ക് 495-ഉം ഇരുവശങ്ങളിലേക്ക് 745 രൂപയുമാണ്. അത് സ്വകാര്യ ബസ്സുകളെയൊക്കെ സംബന്ധിച്ച് ഇതൊരു താങ്ങാൻ കഴിയുന്ന ഒരു സംഖ്യയല്ല. ഓരോ തവണയും ഇത്രയും തുക നൽകി പോവുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തുക ഇത് കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് സ്വകാര്യ ബസ് ഉടമകൾ ഇപ്പോൾ സമരത്തിന് ഒരുങ്ങുന്നത്. നിലവിലെ സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾക്ക് ഈ ഒരു ടോളിൽ കുറവുണ്ട്. അതുപോലെ തന്നെ ഈ ടോൾ പ്ലാസയ്ക്ക് 20 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന സ്ഥിരതാമസക്കാർക്കും ടോൾ നിരക്കിൽ കുറവുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഈ ബസ്സുകളടക്കമുള്ള അതുവഴി ദിവസവും പല തവണ കടന്നു പോകേണ്ട വാഹനങ്ങൾക്ക് ഇത്രയും വലിയ ഒരു സംഖ്യ ടോളായിട്ട് നൽകേണ്ടി വരുന്ന സാഹചര്യം അത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. ഇക്കാര്യത്തെക്കുറിച്ച് ന്യായമായ ആവശ്യമാണ് സമരക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് നിർമ്മാണം പൂർത്തിയാക്കാതെ ടോൾ പിരിക്കുന്നത് അത് നീതികേടാണ്. പക്ഷേ നമുക്കറിയാം, ഈ കാസർഗോഡ് കുമ്പളയിൽ കഴിഞ്ഞ ദിവസം ലീഗിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ടോൾ പിരിവിനെതിരെ പ്രതിഷേധമുണ്ടായത്. അത് അക്രമത്തിലേക്ക് വഴിമാറുന്ന സാഹചര്യമുണ്ടായി. പലപ്പോഴും, അതായത് കേരളത്തിൽ ടോൾ പ്ലാസയ്ക്കെതിരെ, ടോൾ പിരിവിനെതിരെ നടന്നിട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ അത് അക്രമ സംഭവങ്ങളിലേക്ക് വഴിമാറിയിട്ടുണ്ട്. ഇവിടെ ഈ രീതിയിലുള്ള ഒരു പ്രത്യക്ഷ സമരത്തിനപ്പുറം ഒരു നിയമപരമായി ലീഗ് അല്ലെങ്കിൽ സമരസമിതി മുന്നോട്ട് പോകുന്നുണ്ടോ? കോടതിയെ സമീപിക്കാനുള്ള നീക്കമുണ്ടോ? കാസർഗോഡ് സാഹചര്യവും മലപ്പുറത്തെ സാഹചര്യവും വളരെ വ്യത്യസ്തമാണ്. അവിടെ സമരങ്ങൾക്ക് കാരണങ്ങളും അതിനു വേണ്ടി രാഷ്ട്രീയമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ മലപ്പുറത്തെ സാഹചര്യങ്ങൾ അങ്ങനെയല്ല. ഇവിടെ കൃത്യമായിട്ട് ഈ റോഡ് പണി പൂർത്തിയാക്കിയിട്ടില്ല എന്നൊരൊറ്റ കാരണം മാത്രമാണ് ഈ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഇവിടെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉന്നയിക്കാത്ത സാഹചര്യത്തിൽ കാസർഗോഡിന് സമാനമായിട്ടുള്ള ഒരു പ്രതിഷേധമോ അത്തരത്തിലുള്ള നടപടികളോ ഇവിടെ നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നിലവിലെ ഒരു സാഹചര്യം. ഇവിടെ പ്രധാനമായിട്ടും ഉയരുന്നത് ന്യായമായിട്ടുള്ള ഒരു ആവശ്യം ഈ സ്വകാര്യ ബസ് ഉടമകൾ ഉന്നയിക്കുന്നതും അതുപോലെ തന്നെ ഈ പരിസരത്തുള്ള, അതായത് ഈ ടോൾ പ്ലാസയ്ക്ക് 20 കിലോമീറ്റർ ചുറ്റുള്ള ആളുകൾക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചുരുങ്ങിയ തുകയ്ക്കുള്ള പാസുമാണ്. ഇത് രണ്ടും മാത്രമാണ് ഇവിടെ പ്രധാനമായിട്ടും ഉന്നയിക്കപ്പെടുന്ന ഒരാവശ്യം. അതിനപ്പുറത്തേക്ക് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായി ഉന്നയിച്ച് മറ്റൊരു പ്രതിഷേധങ്ങളിലേക്കോ പ്രക്ഷോഭങ്ങളിലേക്കോ അത് അക്രമ സംഭവങ്ങളിലേക്കോ പോകുന്ന സാഹചര്യം ഇതുവരെയും ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, മലപ്പുറത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി ഇതിവിടെ പ്രസക്തമാണ്. ഇത്തരത്തിൽ അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്നുള്ളത് കൂടി. വ്യക്തമാണ്. CB അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്തെ ടോൾ പ്ലാസയ്ക്കെതിരെയാണ് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധവുമായി
തെരുവിലിറങ്ങിയിരിക്കുന്നത്. ദേശീയപാത 66 ഏക ടോൾ പ്ലാസയായ വെട്ടിച്ചിറയിലാണ് പ്രതിഷേധം നടക്കുന്നത്. നിർമ്മാണം പൂർത്തിയാക്കാതെ ടോൾ പിരിക്കാൻ അനുവദിക്കില്ല എന്നാണ് സമരസമിതിയുടെ പ്രതിഷേധക്കാരുടെ തീരുമാനം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.